ഇന്ത്യയിൽ ലിഗ്നൈറ്റ് കുഴിച്ചെടുക്കുന്ന സംസ്ഥാനം തമിഴ്നാട്, നെയ്വേലിയാണ്. തമിഴ്നാട്ടിലെ നെയ്വേലി എന്നുള്ള സ്ഥലത്താണ് ഇന്ത്യയിൽ ലിഗ്നൈറ്റ് കുഴിച്ചെടുക്കുന്നത്. ഇന്ത്യയിൽ ലിഗ്നൈറ്റ് കുഴിച്ചെടുക്കുന്ന ഏക സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. കൽക്കരിയെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ സ്വേദനം ചെയ്താൽ കിട്ടുന്ന വസ്തുക്കളാണ് കോൾട്ടാർ, കോൾ ഗ്യാസ്, അമോണിയ, കോക്ക് തുടങ്ങിയ വസ്തുക്കൾ. ചതുപ്പ് പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന കൽക്കരി വകഭേദമാണ് പീറ്റ്. പീറ്റ് ചതുപ്പ് പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന കൽക്കരി വകഭേദമാണ്. കൽക്കരി കത്തുമ്പോൾ പുറത്തുവിടുന്നത് കാർബൺ മോണോക്സൈഡാണ്. കൽക്കരി ഹൈഡ്രജനേഷൻ ചെയ്താൽ കിട്ടുന്ന ഇന്ധനം ഡീസലാണ്. കൽക്കരിയെ ഹൈഡ്രജനേഷൻ ചെയ്താൽ കിട്ടുന്ന ഇന്ധനം ഏതാണ്? ഡീസലാണ് കേട്ടോ. ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽ വരുന്നതാണ് ആണവ നിലയങ്ങൾ. ഈ ബ്രൗൺ എനർജി എന്ന് വെച്ചാൽ എന്താണ്? പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നുള്ള ഊർജ്ജമാണ് ബ്രൗൺ എനർജി എന്ന് പറയുന്നത്. ഈ ബ്രൗൺ എനർജി എന്തുണ്ടാക്കുന്നുണ്ട്? അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നത്. നമുക്കറിയാം ബ്രൗൺ എനർജി ഉണ്ട്, ഗ്രീൻ എനർജി ഉണ്ട്. ഗ്രീൻ എനർജി എന്തുണ്ടാക്കുന്നില്ല? മലിനീകരണം ഉണ്ടാക്കുന്നില്ല. ബ്രൗൺ എനർജിയാണ് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നത്. കലോറിക മൂല്യത്തിൻ്റെ യൂണിറ്റാണ് കിലോ ജൂൾ പെർ കിലോഗ്രാം. കലോറിക മൂല്യത്തിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. കലോറിക മൂല്യം ഏറ്റവും കൂടുതലുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. കലോറിക മൂല്യം ഏറ്റവും കൂടുതലുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ. 1,50,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് കേട്ടോ. ഹൈഡ്രജൻ്റെ കലോറിക മൂല്യം എന്ന് പറയുന്നത് 1,50,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. എൽ പി ജിയുടെ ഇന്ധനക്ഷമത എന്ന് പറയുന്നത് 14.2 ആണ് കേട്ടോ. ഇന്ധനക്ഷമത എന്ന് വെച്ചാൽ ഒരു ഇന്ധനത്തിൻ്റെ കലോറിക മൂല്യത്തിൻ്റെ അളവിനെയാണ് ഇന്ധനക്ഷമത എന്ന് പറയുന്നത്. ഒരു ഇന്ധനത്തിൻ്റെ കലോറിക മൂല്യത്തിൻ്റെ അളവാണ് ഇന്ധനക്ഷമത. എൽ പി ജിയുടെ ഇന്ധനക്ഷമത എന്ന് പറയുന്നത് 14.2 ആണ് കേട്ടോ. ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം അല്ലെങ്കിൽ ചതുപ്പ് വാതകം എന്നൊക്കെ അറിയപ്പെടുന്നത് മീഥേനാണ്. ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം മീഥേനാണ്. ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നതും മീഥേനാണ്. സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്ന് പറയുന്നത് താപോർജ്ജം വൈദ്യുതോർജ്ജമാവുകയും മാറുകയാണ്. സോളാർ സെല്ലിൽ നടക്കുന്നത് താപോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ്. സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റത്തിന് കാരണമായ പ്രതിഭാസം എന്ന് പറയുന്നത് ഫോട്ടോ വോൾട്ടായിക് പ്രഭാവമാണ് കേട്ടോ. സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റത്തിന് കാരണമായ പ്രതിഭാസം എന്ന് പറയുന്നത് ഫോട്ടോ വോൾട്ടായിക് പ്രഭാവമാണ്. സോളാർ സെല്ലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് സിലിക്കൺ എന്ന് പറയുന്നത്. ഈ സിലിക്കൺ എന്താണ്? ഒരു സെമി കണ്ടക്ടറാണ്, ഒരു അർദ്ധചാലകമാണ് സിലിക്കൺ എന്ന് പറയുന്നത്. സോളാർ സെല്ലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം സിലിക്കണാണ്. ആ സിലിക്കൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെമി കണ്ടക്ടറാണ് കേട്ടോ.